വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മളൊരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നോ ഷുഗർ നോ ഷുഗർ ആണ്. പിന്നെ ഓവനൊന്നും വേണ്ട നമുക്ക്, അല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടൊരു കേക്ക്, ഷുഗർ ഒന്നും ഇല്ലാതെ, എന്നാൽ മധുരം ഉണ്ട് പക്ഷെ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല, അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പം ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും ബ്ലിസ് വരുന്നതേ ഉള്ളൂ, ഇവിടെ പുറത്തോട്ട് പോയി. അപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. എന്തൊക്കെ വേണം എന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ കൊറോണ ആയിരുന്ന സമയത്തൊക്കെ നാട്ടിലൊക്കെ നിൽക്കുമ്പോൾ സ്നാക്സ് ഒക്കെ വൈകിട്ട് ഉണ്ടാക്കുമായിരുന്നു. ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറേ നാളായി. പിന്നെ ഞാൻ ക്യാരറ്റ് ഹൽവ, ഇതേപോലെ മീറ്റ് റോള്, പിന്നെ മറ്റേ കേസരി ആയിരുന്നു എൻ്റെ ഏറ്റവും ഒരു ലേറ്റസ്റ്റ് എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റ് പീസ്. പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. സോ ഇപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകണം. ഞാൻ എപ്പോഴും ഞാനൊരു വട്ടം മറ്റേ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ കേക്ക് ഉണ്ടാക്കിയിട്ട് കേക്കല്ല പേട പോലെ വന്നിട്ടുണ്ട്, അതിങ്ങനെ ഫ്ലഫി ആയിട്ട് വന്നിട്ടില്ല. സോ ഈ വട്ടം അങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാനുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ആരുമില്ല എന്നെ ഹെൽപ്പ് ചെയ്യാൻ. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ സൺഫ്ലവർ ഓയിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് കാഷ്യൂസ് ഇവിടെ ഇരിപ്പം ഉണ്ടായിരുന്നു, അത് ഉണ്ട്. പിന്നെ 2 പഴം എടുത്തിട്ടുണ്ട്. മിക്കവാറും ഈ 2 പഴം ഇടത്തില്ലായിരിക്കും, കാരണം ഒരു പുളിപ്പ് പോലെ മേ ബി വരുമായിരിക്കാം. അതുകൊണ്ട് പഴം ഒരു പഴം 1.5 പഴമൊക്കെ ഇടാം. 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് പൗഡർ, ആൻഡ് നമ്മുടെ മെയിൻ ഐറ്റം അമൃതം പൊടി. അതാണ് നിങ്ങളുടെ സർപ്രൈസ്. നമ്മൾ അമൃതം പൊടി വെച്ചാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അമൃതം പൊടി നിങ്ങൾക്കറിയാം, വെരി ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. എൻ്റെ ഫേവററ്റ് ആണ്. ഞാൻ ഒന്നും പറ്റിയില്ല, പച്ചക്കെങ്കിലും കഴിക്കും, എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പം നമ്മളിത് നാട്ടിൽ നിന്ന് ചിറ്റ കൊണ്ട് തന്നെയാണ്. എനിക്ക് ആരെങ്കിലുമൊക്കെ തരും തീർന്നാലും. സോ അതിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. സോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. വേറെ എന്തെങ്കിലും വേണോ? വേറെ എന്തെങ്കിലും വേണ്ട. ആദ്യം നമുക്ക് ബാറ്റർ ഉണ്ടാക്കണം. വളരെ കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം ഞാൻ എന്നും ഒരു വട്ടത്തിൽ ഉണ്ടാക്കിയിട്ട് കരിഞ്ഞു പോയി. സോ അപ്പോൾ അത്രയും കളയാൻ എനിക്ക് വിഷമം വരും. പക്ഷെ നന്നായിട്ട് വരുമെന്ന് ഐ ഹോപ്പ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ മിക്സിക്കകത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. സോ ജാർ എടുക്കാം. നമ്മൾ ആദ്യം ജാർ എടുക്കുക. ഫോൺ എവിടെയെങ്കിലും ഒന്ന് വെക്കണമല്ലോ. അപ്പോൾ നമുക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം 2 എഗ്ഗ്, ഇവിടെ ഞാൻ 2 എഗ്ഗ് എടുക്കുന്നുണ്ട്. രണ്ട് എഗ്ഗ് എടുത്തു. നമുക്ക് ഒരു പഴം, ധരിയാണെന്നൊക്കെ ഇങ്ങനെ വെറുതെ ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ശരിക്കും പഴുത്ത് പോയി ഭയങ്കരമായിട്ട്. ഒരു പഴം കൊള്ളണം, പുളിപ്പായി പോകും. ഒരു പഴം മതിയല്ലേ? കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഞാൻ പാത്രത്തിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഇത്രയും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ നമുക്ക് പിന്നെ അടിക്കാം. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അമൃതം പൊടി ഞാൻ 2 അവി എടുക്കാതെ ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇത്ര മതിയോ എന്ന് എനിക്കറിയത്തില്ല. ന്യൂട്രീഷൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. യെസ്, ഇതാണ് ഹെൽത്തി കേക്ക്. നമ്മൾ ഹെൽത്തി ആയിട്ടാണ് നമ്മളെല്ലാം കഴിക്കാൻ പോകുന്നത്. നോ ജങ്ക് ഫുഡ്സ്. ജങ്ക് ഫുഡ്സ് ഇല്ലാന്നോ? അത് കാണിക്കട്ടെ. ലൈസൊക്കെ എടുത്ത് ഹൈഡ് ചെയ്തിട്ട് കാണും. എന്നെയും കൂടി അയ്യോ സോറി. മാത്രം കാണുമ്പോൾ പ്രേക്ഷകർക്ക് ബോറടിക്കും. ഒരു കയ്യപ്പത്തം പറ്റിയില്ല, കുറച്ചുകൂടെ വേണമെന്ന് തോന്നുന്നു.
നമുക്ക് കുറച്ച് ഉണ്ടാക്കി നോക്കാം. നമുക്ക് കുറച്ച് പാൽ ഇച്ചിരി ആഡ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് ലൂസാവും. ഞാൻ കുറച്ചുകൂടെ ലൂസാകാൻ വേണ്ടി കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കും. ഒരു 2 സ്പൂൺ പാലത്തിൽ ഒഴിച്ചിട്ട് കുറച്ച് ലൂസാണ്. കുറച്ചും കൂടെ പിടിക്കണം. ഇതെന്തത് ഒഴിച്ചിട്ട് ഇതേ പിന്നെ കുറുകി വരുന്നല്ലേ? കട്ടയാവാൻ വേണ്ടിട്ടാണോ? അല്ല, കുറച്ച് ലൂസാവാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇനി കുറച്ച് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇടണം നമുക്ക്. കുറച്ച് ഇത്ര മതിയോ? ഇനി കുറച്ച് ബേക്കിംഗ് സോഡ. ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഓയിൽ കുറവാണ്, കുറച്ച് ഓയിലും കൂടെ നമുക്ക് ഇപ്പൊ ഷുഗറിന് പഞ്ചസാര ഇട്ടില്ലെങ്കിലും 1 കിലോയ്ക്ക് മുമ്പിൽ കൊളസ്ട്രോൾ വരുന്നുണ്ട്. കുറച്ചുകൂടെ ലൂസായിക്കോളെ. പക്ഷെ ഈ അമൃതം പൊടി നിങ്ങൾ വെള്ളമെല്ലാം വലിച്ചെടുക്കുവാണല്ലോ. പാലൊഴിക്കണോ? കലോ പാലൊഴിക്കണോ? വേണ്ട, പാലൊഴിക്കണ്ട. പാലൊഴിച്ചാലില്ലേ ഇതൊന്നും വലിച്ചെടുക്കുന്ന പോലെ വെള്ളം. കുഴപ്പമില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിൽ അതിലാക്കാം. നമുക്ക് കുറച്ച് നെയ്യ് തേച്ചിട്ട് ഇതിലോട്ട് പൊടിക്കാം. എന്നിട്ട് ഏതിലൊഴിക്കും ഇത്? അതാണ് സർപ്രൈസ്. ഞാനിതിന് ഹൈലൈറ്റ്. നമുക്ക് ഓവൻ ഇല്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അതിലുള്ള പാത്രത്തിൽ വെച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് വെക്കാം. നമുക്കിത് ആദ്യം ഒരു ലെയർ ഉണ്ടാക്കി. ഇത് കേക്കാണോ ദോശയാണോ? അതിന് ഡേറ്റ്സ് ഉണ്ട്. അത് പിന്നെ ഓവർ മധുരമായി പോകുമെന്ന് വിചാരിച്ചാണ് ഉണ്ടാക്കുക. അച്ചേട്ടനോട് പോയി. ഇത് ഞാൻ ഇന്ന് സെൻറ്ററിൽ ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഒരു ലെയർ കൂടെ ഇടുന്നുണ്ട്. അപ്പം നമുക്ക് ഉള്ളിൽ ഈ നട്ട്സ് കടിക്കാൻ കിട്ടും. അതങ്ങനെ ഒന്നും ഐഡിയ. ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു വെക്കാം. ഓ, ഇത്ര കഴിഞ്ഞപ്പോൾ ആന കരിമുങ്ങാട്ട് കയറിയല്ലോ. നെക്സ്റ്റ് ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളൊരു പാൻ വെച്ചു. അതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് ഉപ്പിടണം. ആവശ്യത്തിന് ഉപ്പിങ്ങനെ വേദന. ഇതെന്തിനാന്ന് എനിക്ക് വിചാരിക്കില്ല, പക്ഷെ ഇട്ടിരിക്കണം. ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടി പ്രത്യേകം വാങ്ങിച്ച സാധനം ഇത് തന്നെ. ഫ്ലെയിം കുറച്ചിടുക. ഇതിന് നമ്മൾ ഇതെടുത്ത് ഇങ്ങനെ ഒത്തിരി പൊക്കമായിപ്പോയി അല്ലേ? വെച്ചു കൊടുക്കണം. അപ്പം ഇത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് തടച്ചിട്ടെ അപ്പം നമ്മുടെ കേക്ക് ഇത് ആവുന്നുണ്ടോ? ഓൾറെഡി ഞാൻ ഇതിലോട്ടും ചെയ്തത് ഇങ്ങനെയാണ്. പക്ഷെ ഇപ്പം എത്രത്തോളം പോസിബിൾ കറക്റ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമുക്കൊരു 25 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കേക്ക് എന്തായാലും ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ജങ്ക് ഫുഡ്സ് കഴിക്കാം. നമുക്ക് കുറച്ച് ഇത് കഴിക്കാം, അല്ലെങ്കിൽ ബോറടിക്കും. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകും. അപ്പോൾ നമുക്ക് 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം എന്താ അവസ്ഥയെന്ന്. ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വയ്ക്കാം. അപ്പോൾ ഞാനെന്നാ പോട്ടെ. അപ്പം നമ്മുടെ കേക്ക് റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് ആറി കട്ടിയുള്ള പരിപാടി. കുറച്ച് കുഴപ്പമില്ല, കുറച്ച് ഓൾറെഡി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു. കുഴപ്പമില്ല. വരേണ്ടതാണല്ലോ. കട്ട് ചെയ്തേ.
കട്ട് ചെയ്യാം, കട്ട് ചെയ്യാല്ലേ. ഇത് ഇച്ചിരി വശപ്പ് ശരി ഇങ്ങനെ ഫ്ലഫി ആയിട്ടില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ ചപ്പാത്തി പണം വെച്ചിട്ടുണ്ട്. അമ്മു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മു. സംതിങ് ഫിഷ്. കൊള്ളാം ഗൈസ്. മധുരമില്ലാത്ത പായസം, മധുരമില്ലാത്ത പ്രഥമം കുടിക്കുന്നതായിരിക്കും. പക്ഷെ ഹെൽത്തി സാധനങ്ങൾക്ക് ഓവർ ടേസ്റ്റ് ഇല്ല. എങ്ങനെയുണ്ട് കേക്ക്? ചേട്ടന് കൊടുക്കാം. നല്ല കേൾക്കാം. എന്ത് ഇല്ല, കൊള്ളാം. കുറച്ച് മധുരം കൂടെ ഉണ്ടായിരുന്ന അടിപൊളിയാണ്. കൊള്ളാം. പക്ഷെ വീഡിയോയിൽ ചേച്ചി കാണിച്ചത് ഈ കേക്കല്ലായിരുന്നു. പക്ഷെ ഹെൽത്തിയാണ്.